ഹായ് ഹലോ. അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ പള്ളിയിൽ ഓണപ്പരിപാടി കേട്ടോ. രാവിലെ കുർബാന കഴിഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്ത്. രാവിലെ കുഞ്ഞു പിള്ളേരുടെയാണ്. അപ്പോൾ രാവിലെ ഒന്നും അമ്മൂസിനായിട്ട് പോയിരിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഉച്ച കഴിയാണ് മുതിർന്നവരുടെ. അപ്പം 3 മണിയായി കേട്ടോ. ഞാനും അമ്മൂസും മഞ്ജു ചേച്ചി ഇപ്പം പള്ളിയിലോട്ട് പോവുക കേട്ടോ. അപ്പം ജോയിൽ അങ്ങോട്ട് ആക്കാമെന്ന് വെച്ചപ്പോൾ ജോയിൽ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഒരു കട്ടർ വന്നായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീഴേണ്ടതായിരുന്നു കേട്ടോ. ശരിക്കും എൻ്റെ മുഖം മൊത്തം ഇപ്പോൾ ഒറിഞ്ഞ് വാരേണ്ടതായിരുന്നു. അങ്ങനെ പള്ളിയിലെത്തി. ഓണാവേശം ആണ് പരിപാടിക്ക് നെയിം ഇട്ടിരിക്കുന്നത്. കൊള്ളാവോ? അങ്ങനെ പള്ളിയിൽ ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ കസാര കളിക്ക് പോയി ചേർന്നു കേട്ടോ. സീരിയസ്ലി പൊട്ടിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കലമടിക്ക് പോയി. സീരിയസ്ലി ആക്ച്വലി എനിക്ക് കണ്ണ് കാണാമായിരുന്നു, കുറച്ച് കാണാമായിരുന്നു കേട്ടോ. അതല്ല ഹൈലൈറ്റ്. എനിക്ക് കണ്ടിട്ട് പോലും എനിക്ക് അടിക്കാൻ പറ്റില്ല. അതാണ് മെയിൻ ഹൈലൈറ്റ് കേട്ടോ. അങ്ങനെ അതും പൊട്ടി. ലെമൺ സ്പൂണിൽ പോയി. അതും സെക്കൻഡ് ആയിരുന്നു, പക്ഷേ എനിക്കത് കിട്ടിയില്ല. ഫൈനലി കിട്ടിയില്ല. അങ്ങനെ ഞാൻ അവിടെ വന്നിരുന്നുണ്ട്. അമ്മൂസ് ഉറങ്ങി കേട്ടോ. മഞ്ജുശ്രീയുടെ കയ്യിൽ നിന്ന് ഉറങ്ങി. ചോറ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഉറക്കമുണ്ട് അമ്മൂസിന്. അപ്പോൾ അത് കുറേ നിന്ന് ഉറങ്ങി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ സാരി ട്രീപ്പിംഗ് പരിപാടി എന്തോ ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് ഫുൾ പക്ക കോമഡി ആയിരുന്നു. അതാണ് ഹൈലൈറ്റ് ആയിട്ട് നിന്നത്. സൂപ്പറായിരുന്നു കേട്ടോ. ഫുള്ളും കോമഡി ആയിരുന്നു. ഒരാൾ സാരി കൊണ്ട് സെറ്റായി നിന്നത്, ബാക്കിയുള്ളൊരു പറുതയാണോ എന്തുവാണല്ലോ, ഫുൾ ഫണ്ണായിരുന്നു കേട്ടോ. ചിരിച്ചാവുമായിരുന്നു എല്ലാവരും. അങ്ങനെ അവർ ഉടുത്ത് ഒരു വഴിയായി കേട്ടോ. ഒരാൾ പിന്നെ പറുതയാണോ ചുറ്റുമാണോ എന്തൊക്കെ കാണിക്കുന്നത് അവർക്കറിയില്ല. അങ്ങനെ അതെല്ലാം കഴിവ് അവർ കഴിവുകൾ പുറത്തെടുക്കും. ഓരോരുത്തർ അവർ വന്ന് അവരെ എക്സ്പ്രസ് ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞ് അച്ഛനാണെങ്കിൽ ചിരിച്ച് അത്തില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ഫുൾ രസമായിരുന്നു കേട്ടോ. സത്യം ഈ ഒരു ഷോ ഭയങ്കര. ഇത് ഫസ്റ്റ് കിട്ടിയ ആർക്കാണെന്ന് എനിക്ക് അറിയത്തില്ല. 1100 രൂപയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ക്യാഷ് പ്രൈസാണെന്ന് തോന്നുന്നു. എന്തായാലും ഫസ്റ്റ് കിട്ടിയ ആൾ ലക്കി ആയിരിക്കും. രസമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ഇത്. അത് കഴിഞ്ഞ് അമ്മൂസ് എണീറ്റ് കേട്ടോ ഞാൻ വന്നപ്പോഴത്തേക്ക്. അപ്പം അമ്മൂസ് എണീറ്റ് താഴെ ഇരുത്തിയിട്ട് കല്ലുമണ്ണൊക്കെ പറക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ഞാനങ്ങനെ എടുത്ത് കേട്ടോ. പിന്നെ ഗ്രൗണ്ടിലായിരുന്നു വടംവലി കേട്ടോ. ഫസ്റ്റ് ബോയ്സിൻ്റെ ആയിരുന്നു. അങ്ങനെ ഗ്രൗണ്ടിലായിരുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ സെറ്റായി എല്ലാവരും വന്നിരുന്ന് അങ്ങനെ വടംവലി സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പുറത്തെ ടീമുകാർ ഇവരാണ് ജയിച്ചത് കേട്ടോ. ഇവരാണ് 2ാമത്തെ റൗണ്ടിൽ ജയിച്ചത്. അങ്ങനെ കുറച്ചേരൊക്കെ വീണ് കേട്ടോ. രസമായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ചേച്ചിമാരുടെ ടീമിൽ അവർ വടം വലിച്ചത് എനിക്ക് തോന്നുന്നു ജയിച്ചത് ഈ ടീമാണ് കേട്ടോ. ഈ ടീമാർ ജയിച്ചത് കേട്ടോ. ഈ ടീമാണ് ജയിച്ചതെന്ന് തോന്നുന്നു. ഈ ടീം ജയിച്ചത്. അപ്പോഴത്തേക്ക് അതിന് ജോബിയാണെങ്കിൽ ഇത് ബാക്കിലൂടെ ഒരു കൂടെ പഴമൊക്കെ കൊണ്ടുപോകണം കേട്ടോ. പൈസ ഒന്നും കൊടുത്ത് വടംവലിക്ക് മുതലാതെ പഴമാകുമ്പോൾ എല്ലാവരും കൊടുക്കുകയും ചെയ്യും, കിട്ടുകയും ചെയ്യും. അങ്ങനെ അവർക്ക് അച്ഛൻ പഴക്കൊലയൊക്കെ കൊടുത്തു. അതുകൊണ്ട് ഇപ്പം കാലിയായിട്ടോ. അത് ഫുള്ളും അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവർ പിച്ച് കൊടുത്തു. അങ്ങനെ കേട്ടോ. അങ്ങനെ ഞാനും ഓൾമോസ്റ്റ് കുറച്ചും കൂടെ നീങ്ങി കേട്ടോ. ഇവളിങ്ങനെ കുറച്ച് നിർബന്ധമായിരുന്നു കേട്ടോ. കുറച്ച് അലറി പൊളിക്കുമായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ ഇനി ഫെല്ലോ ഫൈറ്റും ഉറിയടിക്കും. അത്രയും നേരം നിൽക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പം പിന്നെ പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും പഴം കൊടുത്ത് പിച്ച് പറിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളും പോയിട്ടോ. അപ്പോൾ ഞങ്ങൾക്കും കിട്ടി കുറച്ച് കൂടുതൽ പഴങ്ങൾ കേട്ടോ. അമ്മൂസിന് കുറച്ച് വായിലൊക്കെ വെച്ച് കൊടുത്ത് രസമായിരുന്നു. പിന്നെ ഞാൻ പോവാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഓണപ്പരിപാടി ഇവിടെ കറക്റ്റ് വീണ്ടും അത്രയേ ഉള്ളൂ.